Momma's dishwash liquid. Soft on hands. തെമ്മാടിത്തരം അതാര് ചെയ്താലും തെമ്മാടിത്തരമാണ്. ഏത് മതവിഭാഗം ചെയ്താലും അത് തെമ്മാടിത്തരമാണ്. അത് പച്ചക്ക് മുഖം നോക്കി പറഞ്ഞില്ല എങ്കിൽ ഈ നാട്ടിൽ വർഗീയ കലാപങ്ങളുടെ എണ്ണം ഓരോ ദിവസവും കൂടി വരും. മതസൗഹാർദ്ദം ഇല്ലാതാകും. മതേതരത്വം ഈ രാജ്യത്ത് തകർന്ന തരിപ്പണമാകും. ജനാധിപത്യം കശാപ്പ് ചെയ്യപ്പെടും. അവിടെ വർഗീയ കലാപങ്ങളുടെ എണ്ണം കൂടുമ്പോൾ ഈ രാജ്യം തന്നെ അപകടത്തിലേക്ക് പോകും. അതുകൊണ്ട് പച്ചക്ക് തുറന്നു പറയുകയാണ്. അതിനു മുൻപ് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. വാർത്തകൾ ലഭിക്കുന്നില്ല എന്ന് പല ആളുകളും പരാതി പറയാറുണ്ട്. അതിന്റെ കാരണം സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം തന്നെ നിങ്ങൾ ബെൽ ഐക്കൺ അമർത്തിയിട്ടുണ്ടോ എന്നുള്ളത് പരിശോധിക്കുക. ഇല്ല എങ്കിൽ ഉടൻ തന്നെ ചെയ്യുക. ഈ പരാതിക്ക് പരിഹാരം കാണേണ്ടത് നിങ്ങൾ തന്നെയാണ്. ആ കാര്യം ശ്രദ്ധിക്കുമല്ലോ. വാർത്തയിലോട്ട് വരാം. പറഞ്ഞു വരുന്നത് കോട്ടയം പൂഞ്ഞാറിലെ പുല്ലപ്പാറയിലെ കുരിശടിയിൽ നടന്ന ചില സംഭവ വികാസങ്ങളെ കുറിച്ചാണ്. കുരിശടിയിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു കുരിശുണ്ട്. വളരെ ഭംഗിയാണ് ആ കുരിശ് കാണാൻ വേണ്ടിയിട്ട്. ആ കുരിശിൻ മുകളിൽ ചില കുസൃതിത്തരം കാണിച്ചുകൊണ്ട് ചില വിരുദ്ധന്മാർ കയറി കൂടിയിരുന്ന ചിത്രം നമ്മൾ കണ്ടതാണ്. അതിന് മുകളിൽ കയറിയിട്ട് ചില മുസ്ലിം കുട്ടികൾ, അങ്ങനെ വേണം പറയാൻ, കാരണം പറയാനുള്ള കാരണമുണ്ട്. അവർ കയറിയിട്ട് ലൈംഗിക ആംഗ്യം കാണിക്കുകയാണ്. ആ ചിത്രം നിങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചു നോക്കുക. ലൈംഗിക ആംഗ്യം കാണിക്കുന്നത് ഒരു മതത്തിന്റെ മതചിഹ്നത്തിൻ മുകളിൽ കയറിയിട്ടാണ് എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ കുട്ടികൾ കാണിച്ചത് തെമ്മാടിത്തരമല്ലേ? ഇങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട് പാടുണ്ടോ? ഇത് ഏത് രീതിയിലാണ് ന്യായീകരിക്കപ്പെടുക? ഇത്തരത്തിലുള്ള ചെയ്തികൾ കാരണം ഈ നാട്ടിൽ മനസ്സമാധാനം തന്നെ തകർന്നു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകില്ലേ? ഇത്തരത്തിലുള്ള കുട്ടികൾ, ഈ കുട്ടികളുടെ ഈ ചെയ്തികൾ നമ്മുടെ നാടിന് ആപത്താണ്. അത് പഠിപ്പിച്ചു കൊടുക്കേണ്ടത് വീട്ടിൽ നിന്നാണ്. ഇനി വീട്ടിൽ നിന്ന് പഠിപ്പിച്ചു കൊടുക്കാൻ ആളില്ല എങ്കിൽ പഠിപ്പിച്ചു തരാൻ ഇവിടെ ഞങ്ങളെപ്പോലെയുള്ള കുറച്ച് ആളുകളുണ്ട്. അതുകൊണ്ട് മക്കള് സൂക്ഷിച്ചും കണ്ടും വേണം കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ. ഈ രാജ്യത്ത് മതസൗഹാർദ്ദത്തെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് സംഘപരിവാർ തീവ്രവാദികൾ കണിഞ്ഞു പ്രയത്നിക്കുന്നതിനിടയിൽ ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ അവർക്ക് ഒരുപാട് ഉപകാരമുണ്ടാക്കുന്ന കാര്യങ്ങളാണ്. അങ്ങനെ ഈ വിഷയം കത്തി നിന്നു. കുരിശിൻ മുകളിൽ കയറിയ മുസ്ലിം കുട്ടികളുടെ ചിത്രങ്ങൾ നവമാധ്യമങ്ങളിൽ പലരും പങ്കുവെക്കാൻ തുടങ്ങി. ക്രിസ്ത്യാനികൾ ഉണരേണ്ടതുണ്ട് എന്നുള്ള കമന്റുകൾ വരെ വരാൻ തുടങ്ങി. അങ്ങനെ പലയിടങ്ങളിലും ഇതിനെതിരെ പ്രതിഷേധങ്ങൾ നടന്നു. ഒടുവിൽ പള്ളി അധികാരികൾ അഥവാ പള്ളിയിലെ അച്ഛന്മാരൊക്കെ കൂടിയിട്ട് 14 കുട്ടികൾക്കെതിരെ, പ്രായപൂർത്തിയായിട്ടില്ല എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. പ്രായപൂർത്തിയായിട്ടില്ല എന്നതിൻ്റെ പേരിൽ ഇവർ ചെയ്ത തെമ്മാടിത്തരം അല്ലാതാവുകയില്ല എന്നുള്ള കാര്യവും പ്രത്യേകം ശ്രദ്ധിക്കണം. അങ്ങനെ ഈ 14 കുട്ടികൾക്കെതിരെ പള്ളിയിലച്ഛന്മാർ പരാതി കൊടുത്തു. 14 പേർക്കെതിരെയും കേസെടുത്തു. ഈ നിമിഷം അവിടെയുള്ള മഹല്ല് ജമാഅത്ത് കമ്മിറ്റിക്കാർ ഒരു വലിയ തീരുമാനമെടുത്തു. പള്ളിയിലെ ഇമാം അഥവാ അവിടെയുള്ള പള്ളിയിലെ മതപണ്ഡിതന്മാർ, മുസ്ലിം പള്ളിയിലെ മതപണ്ഡിതന്മാർ ഉടൻ തന്നെ ക്രിസ്ത്യൻ പള്ളിയിലെ ആരാധനാലയത്തിലെ അധികൃതരോട് കാര്യങ്ങൾ തുറന്നു പറയുകയും അവരോട് മാപ്പപേക്ഷിക്കുകയും ആ കുട്ടികൾ ചെയ്തതിൻ്റെ പേരിൽ ഞങ്ങൾ ക്ഷമ ചോദിക്കുന്നു എന്ന് പറയുകയും ചെയ്തതോടുകൂടി പൊട്ടിപ്പുറപ്പെട്ട ആ വർഗീയ കലാപത്തിന്റെ ചെറിയ തീ അവിടെ വെള്ളമൊഴിച്ച് കെടുത്തുകയായിരുന്നു. പിന്നീട് അവിടെ ഉയർന്നു വന്നത് സമാധാനത്തിന്റെ പുഞ്ചിരികളായിരുന്നു. പരസ്പരം ഇരു മതവിഭാഗങ്ങളിൽപ്പെട്ട മതപണ്ഡിതന്മാർ മുഖം നോക്കി പുഞ്ചിരിച്ചപ്പോൾ ആ വിഷയം ഇല്ലാതായിപ്പോയി. ഈ 14 കുട്ടികൾ ചെയ്ത തെമ്മാടിത്തരം അത് കൃത്യമായ രീതിയിൽ കൈകാര്യം ചെയ്ത പള്ളി ജമാഅത്ത് കമ്മിറ്റിക്കാർക്ക് ഒരു അഭിനന്ദനങ്ങൾ നിങ്ങൾക്ക് നൽകുന്നുണ്ട്. ഒപ്പം ആ 14 കുട്ടികളോട് പറയുകയാണ്, ഇനി ഇതുപോലെയുള്ള കാര്യങ്ങൾ ആവർത്തിച്ചു കഴിഞ്ഞാൽ തിരിച്ചടി മതേതര മുഖത്തോടു കൂടി ആയിരിക്കുമെന്നുള്ള കാര്യം മറക്കരുത്. ഒടുവിൽ പോലീസ് ആ FIR ക്ലോസ് ചെയ്തു. ആ പള്ളി അധികാരികളുടെ നല്ല മനസ്സ് ആ കുട്ടികളുടെ ഈ ചെയ്തിയെ ഒറ്റ നിമിഷത്തിൽ ഇനി ആവർത്തിക്കാൻ പാടില്ല എന്ന രീതിയിൽ കൊണ്ടെത്തിക്കുകയും ചെയ്തതോടുകൂടി ആ കുട്ടികൾ നല്ല പാഠം പഠിച്ചു കാണും.
എന്തായാലും മാതൃകാപരമായ ഈ നീക്കത്തിന് ഒരു ബിഗ് സല്യൂട്ട്. ന്യൂസ് ഡെസ്ക് പബ്ലിക്. മമ്മാസ് ഡിഷ് വാഷ് ലിക്വിഡ് ഉള്ളപ്പോ കുറച്ച് ചാടയൊക്കെ ആവാടോ. Mama's dishwash liquid. Soft on hands.